അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടില്ലേ. സെല്ലു റോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. റമദാൻ മാസമാണ്, നോമ്പെല്ലാം ആയതുകൊണ്ട് വെറുതെ നിന്നിട്ടൊരു പണിയും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, റമദാൻ മാസം ഖുർആൻ ഓതിക്കൂടെ, നിസ്കരിച്ചൂടെ എന്നെല്ലാം ചോദിക്കും. പക്ഷെ നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ മീൻ പിടിക്കുക, കിട്ടിയാൽ കറി വെക്കുക, ഇല്ലെങ്കിൽ സമയം കളയാം, അത്ര. നമ്മളപ്പുറം നമ്മളെ സ്വന്തം ആക്കിലുണ്ട്. സംഭവം ഇവിടെയല്ലോ ഒരു ദുർഘടം പിടിച്ച വഴിയാണ് മക്കളെ. നോക്കി കയറിയിട്ടില്ല പണിയെട്ടില്ല കേട്ടോ. കണ്ടാ ഫുള്ള് ചളിയും എല്ലാം ഉള്ളതാണ്. കയറിയിട്ടില്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മളിതിലൂടെ നടക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നടക്കാൻ. സോ ലുക്കിംഗ് ലൈക്ക് ബ്യൂട്ടിഫുൾ. ഓക്കെ, സത്യത്തിൽ ഇതെല്ലാം എടുത്തിട്ട് പോകുന്നുണ്ടോ വിചാരിക്കും. നമുക്ക് ഭയങ്കര സംഭവമായിട്ട് അറിയാം, ഒരു മണ്ണാകട്ടെ അറിയില്ല, വെറുതെ ഒരു നേരം പോകും. അങ്ങനെയാണ് സംഭവം. ഏകദേശം ഒരു കാട്ടുപ്രദേശത്തെത്തി. അവിടെ വഴിയില്ലേ, പെട്ട് ഗൈസ്, പെട്ട് ഇവിടെ കുത്തി നോക്കിയിട്ട് പോകണേ, ഇല്ലെങ്കിൽ ചിലപ്പോൾ കുഴിയല്ലേ. ഓ സോനെ, ഒരുമാതിരി ലെവലേശം ഇല്ലാത്ത വഴിയാണ്. കാണിച്ചുതരാങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ഇപ്പം നടന്ന് ഏകദേശം 1 കിലോമീറ്റർ ആയി തോന്നുന്നു നടക്കുന്നു. ഒരു ഏരിയ നമ്മൾ കണ്ടെത്തിയിട്ട് ഇതുവരെ ഫുള്ള് ചളിയും മണ്ണെല്ലാം നിറഞ്ഞ ഒരു സ്പോട്ടിലൂടെ നടന്ന് ഇപ്പോൾ ഒരു തുരുത്ത് കണക്കത്തെ സ്ഥലത്തെത്തി. ഭയങ്കര മുഷ്കിലാണ്. ഇപ്പം കുറച്ച് നല്ല ഒരു ഏരിയ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വഴിയെല്ലാം ഒരു മ്യാരക വഴിയാണ്. മ്യാരകം പണി 8ൻ്റെ കിട്ടും. നോക്കി നടന്നിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി വിജനമായ സ്ഥലം, ഫുള്ള് തെങ്ങും തോപ്പും ഒരുമാതിരി കാടും. മോനങ്ങെത്തി. ഞാനിപ്പോൾ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ നടക്കുന്നത്. ക്ഷീണായി. ഫുള്ള് മ്യാരകാണ് കേട്ടോ. അയ്യോ, ഉറുമ്പ് കയറി, ആകെ പണി. സത്യത്തിലൊന്നും തിരിയുന്നില്ലേ, എന്തെല്ലോ ചളിയോ. അപ്പുറത്തുനിന്ന് ഇതെല്ലാം കുത്തുന്നുണ്ട്. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ഇല്ലേ നടക്കൽ മുഷ്കിലാണ്. ഓനെ കാണുന്നില്ല, ഒരു കാട്ടിലല്ലേ, ഫുള്ള് മരക്കൊമ്പിൻ്റെ ഇടയ്ക്കെല്ലാം പോകണം. അങ്ങ് സ്പോട്ട് ചെയ്തിട്ടുണ്ട് ചെക്കനെ. പിന്നെ അവിടെ എത്തിയിട്ട് ചൂണ്ടിടുന്നതാണ് ഗൈസ്. ഇപ്പോൾ ഒരു പറമ്പിലെത്തി ഗൈസ്. ഇതാ ആദ്യത്തെ സ്പോട്ട് നമ്മൾ കണ്ടെത്തി. പക്ഷെ അമ്മ ഇവിടെ മീനില്ല എന്ന് നമ്മളോട് പറയും, നമ്മളെ മനസ്സ് പറയുന്നു. അതുകൊണ്ട് ഇവിടുന്ന് വിട്ട് നേരെ അടുത്ത ഏരിയയിലേക്ക് നടക്കുന്നുണ്ട്. ഇത് നല്ലൊരു സ്ഥലം കേട്ടോ, നല്ലൊരു ഇരിക്കാൻ പറ്റിയ സ്ഥലം. നോക്കിയേ, വൈബ്, ഫുള്ള് വൈബ് ഇടുന്നുണ്ട്, കട്ട വൈബ്. ഞായറാഴ്ച ആയതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല. അയ്യോ പഠിച്ചോനെ, അത് രക്ഷിക്ക്. ഏകദേശം എന്തോ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അല്ലാക്കില്ലേ നമ്മൾ മീൻ പിടിക്കാൻ പോകുന്ന അല്ല, ഞായറാഴ്ച വാക്കിങ്ങാണ്. ആക്കിലാണ് വഴി കാട്ടി. നമുക്ക് ആക്കിൽ കാണിച്ചു തരുന്ന വഴി. അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് ഗൈസ്, ആരാന്നറിയില്ല. ഏതോ ഒരു ഏട്ടൻ വെറുതെ ഇരുന്ന് കാറ്റുള്ളൂ. നടന്നെത്തി എവിടെയോ ഒരു ഗുദാമിലെത്തിയിട്ടുണ്ട്. അപ്പുറം ഒരു ഏട്ടനുണ്ട്, ഏട്ടൻ ഇരുന്നിട്ട് നൊസ്റ്റ് അടിക്കുന്നുണ്ട്. മീൻ കിട്ടോ നോക്കണം എന്ന് പറഞ്ഞു, കിട്ടുമോയെന്നറിയില്ല. അങ്ങനെ നമ്മളെ സ്പോട്ടിലെത്തി മക്കളെ. ഏകദേശം ഒരു 1 കിലോമീറ്ററോളം നടന്നിട്ട് എത്തിയതാണ്. ഇനി നമ്മൾ ചൂണ്ടിടാം. കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല. കൊറോണക്കാലത്തെ പിടുത്തം
ഫുൾ പ്രിപ്പറേഷനിലെത്തിയിട്ടില്ലേ. ഇത് മൈദയും മഞ്ഞപ്പൊടിയും കലക്കിയിട്ട് കൊണ്ടുവന്നു. ചൂണ്ട ഗഡ്സ് പിന്നെ അതേപോലെ തന്നെ സിയർ ലൈറ്റർ എല്ലാം ഉണ്ട്. ഏതായാലും നമ്മൾ പിടിച്ചോക്കിട്ട് എന്താ അവസ്ഥയെന്നൊന്നും അറിയില്ല. ഏതായാലും നമ്മൾ ഇട്ടിട്ടുണ്ട്. അവസ്ഥ എന്തെന്നൊന്നും അറിയില്ല. കൊത്തോ ഇല്ലയോ അറിയില്ല. ഞാൻ ആക്കിൽ ചാലഞ്ച് വെച്ചിട്ടുണ്ട്. ആർക്ക് ആദ്യം കിട്ടരുത്. ആദ്യത്തെ കൊത്ത എൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു ഏക പ്രതീക്ഷയിലാണ് ഇവിടെ നിൽക്കുന്നത്. നല്ല കാറ്റടിക്കുന്നത്. ഫുള്ള് നല്ല കാറ്റ്. ഈ ഏരിയയിൽ മൊത്തം കാറ്റാണ്. കാറ്റിൻ്റെ അടുത്ത് മീൻ കിട്ടൂല എന്ന് പറയുന്നേക്കാ. ശരിയോ തെറ്റോ എന്നറിയില്ല. ഇപ്പം പണ്ടാരോ പറഞ്ഞ മാതിരി ആട് കിടന്നിടത്ത് പൂട വരെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ മാതിരിയാണ് അവസ്ഥ. നമ്മൾ അങ്ങൊരു സ്ഥലത്ത് പോയിട്ട് കിട്ടായിട്ടാണ് ഇടത്തേക്ക് വന്നത്. ഇവിടെ നല്ലോണം മീനുണ്ടാവും പറഞ്ഞിട്ട് ഇപ്പോൾ ഒരുത്തര അപ്പുറം നിന്നിട്ട് ഭ്രാന്താന്ന്, ഒരുത്തർ ഇപ്പുറം നിന്നിട്ട് ഭ്രാന്താന്ന്. ഒരു സാധനവും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും തോറ്റിട്ടാ. ഒന്നിനെങ്കിൽ കിട്ടുമോ നോക്കാം. 5:30 വരെ നമുക്ക് സമയമില്ലല്ലോ. 5:30 ആകുമ്പോൾ പുര പിടിക്കണം. പണി വേറെ എന്തെല്ലാം ഉണ്ട് നോക്കിയാൽ. നല്ല ഇളം തന്നൽ കാറ്റും നല്ല വെയിലിൻ്റെ ചൂടും. സൂര്യനതാ അവിടെ നിന്ന് ഇങ്ങനെ എത്തി നോക്കുന്നു. കറക്റ്റ് മുഖത്തേക്ക് അടിക്കുന്നു. പിന്നെ തെങ്ങും തോപ്പ് വളം കാറ്റും എന്തല്ലോ പറയണ്ട. വെള്ളത്തിനാണെങ്കിൽ നല്ല ഒഴുക്കും. ഇട്ടത് എന്തായി എന്തോ. ആ തീറ്റയെല്ലാം നോക്കിയാൽ കാണുന്നുണ്ടാ. അതൊരു മഞ്ഞ കുത്ത് ഇപ്പം വെള്ളത്തിൽ പോകും. കണ്ടാൽ പോയി. സത്യത്തിൽ ഒരു സാധനം ഇവിടെ കൊത്തുന്നില്ല. ആകെ പെട്ട വെറുതെ വന്നതുപോലെ ആയ. സത്യത്തിൽ നമ്മളെ നാട്ടിൽ കുറേ പുഴയും ഇങ്ങനത്തെ തോടെല്ലാം കുറേ ഉണ്ട്. അല്ലാക്കില്ല കുറേ ഉണ്ടല്ലോ തോട്. എന്നിട്ടും ഇവിടെ കൊണ്ടുപോയിട്ട് വേസ്റ്റ് ഭയങ്കര ഏതോ കുഞ്ഞിര സ്നെഗ്ഗിയും അതേപോലെ തന്നെ വേണ്ടാത്ത വേസ്റ്റും എല്ലാം കൊണ്ടുവന്നിട്ട് ഇവിടെ ഇട്ട്. നമ്മളിവിടുത്തെ ജനങ്ങളൊരു പ്രത്യേകത അങ്ങനെയാണ്. പുറക്ക് ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടെങ്കിലും അവരെ വേസ്റ്റ് അടച്ചാടിയിട്ട് ബാക്കിയുള്ള വേസ്റ്റ് പുഴയെ കൊണ്ടുവന്നു വിടും. പിന്നെ പൊതുവേ എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് പിന്നെ പറയുന്നില്ല. അതും കുടുങ്ങൂല. ആക്കിൽ പറയുന്നത് വെച്ചാൽ ഒരു ഓലക്കഷ്ണമെങ്കിൽ അതിന് കുടുങ്ങിയാൽ മതിയെന്നു. അതും കുടുങ്ങുന്നില്ല മോനെ. പണി നൈസായിട്ട് പാളിയതുപോലെ തോന്നുന്നുണ്ട്. എന്തായാലും ഒരു 1/4 മണിക്കൂറും കൂടി ഉണ്ട് സമയം. ഞാൻ ആക്കിലിൻ്റെ അവസ്ഥ ചിന്തിക്കുകയാണ്. ആക്കിലെ എന്തെങ്കിലും കിട്ടിയില്ലടാ. ചെമ്പല്ലി മൊത്തത്തിൽ അടപടലം തേഞ്ഞ്. എൻ്റെ വീട് ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. അത് കിട്ടുമോ നോക്കാൻ ഒരു കാര്യമില്ല. ഒന്ന് നടന്നിട്ട് വരുമ്പോൾ കൊത്തട്ട് എനിക്ക് ഈ ഏരിയ കാണിച്ചു തരാം. എന്താ ഫുള്ള് കാടായ പ്രദേശം. ഇവിടെ എനിക്കെന്തോ ഒരു തോന്നിച്ചുണ്ടല്ലോ കിട്ടുമെന്ന്. കുറച്ച് സമയം ഇങ്ങോട്ടേക്ക് വന്ന് നോക്കല്ലേ. ഇവിടെ കിട്ടുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് ഏതായാലും അവിടെ നിന്നൊന്നും കിട്ടിയില്ല. സത്യത്തിൽ 10-20 മിനിറ്റ് കളഞ്ഞത് മെച്ചം. അവിടെ ഒന്നും കിട്ടിയിട്ട കൈസ് പെട്ട്. അമ്മനി വീണ്ടും നടന്ന് വന്ന് അങ്ങോട്ടേക്ക് തന്നെ പോയിരുന്നു. കിട്ടുമോ നോക്കാം. കിട്ടിയാൽ കിട്ടി. ഈ ഒരു ഏരിയയിൽ 1/2 മണിക്കൂറോളം നമുക്ക് ഇട്ടോക്കാന്നായിരിക്കും. ഇങ്ങനെ ഈ മരത്തിൻ്റെ ഇടക്കെല്ലാം ഉണ്ടാവും തോന്നും കേട്ടോ. ഈ മരത്തിൻ്റെ ഇട കണ്ടോ, ഇങ്ങനത്തെ ഇടെല്ലാം ഉണ്ടാവും തോന്നും. എൻ്റെ ഒരു സംശയമാണ്. കിട്ടുമോയെന്നറിയില്ല. നോക്കി നോക്കണം. കിട്ടിയെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ഇല്ലെങ്കിൽ പോയി അത്ര തന്നെ ഗൈസ്. നൈസായിട്ട് ആ ചലഞ്ചിൽ അമ്മ ജയിച്ചിട്ടുണ്ട്. ഫസ്റ്റ് മീൻ എൻ്റെ തന്നെ കൊത്തിയിട്ടുണ്ട്. എനിക്ക് പക്ഷേ മീൻ പിടിക്കാൻ പേടിയില്ലോണ്ട് ആക്കിലാണ് പിടിക്കുന്നത്. സാധനം കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഇതാ ഗൈസ് കിണിഞ്ഞ് ഗൈസ്. അവൻ നമ്മുടെ വലയിലായി. ഞാനിപ്പോൾ ഇല്ല ഈടെ പിടിക്കാൻ നോക്കി. അപ്പോൾ ഇതിൻ്റെ നല്ല സാധനം ഈ കൊമ്പിനെ കൊണ്ട് ഒരൊറ്റ കൊത്ത് സാധനം കിട്ടി. ആക്കില്ല എന്തുണ്ട് പറയാനെന്തുണ്ട്? സലാമിനെ കുറിച്ച് പറയുകയാണ്. സലാം എക്സ്പേർട്ട് ആണെന്നുള്ള കാര്യം എനിക്ക് പണ്ടേ അറിയാം. പിന്നെ എന്നാലും ഞാൻ ഒരു ചലഞ്ചിന് വെച്ചതാണ്. പക്ഷേ ആ ചലഞ്ചിൽ ഞാൻ നിരുപാധികം തോറ്റു ഗൈസ്. ഒറ്റ മീനിനെ കിട്ടിയിട്ട് നമ്മ അതിനെ വെള്ളത്തിലേക്ക് തന്നെ വിട്ട് നമ്മൾ പോലെ
ഒന്നിനേ കിട്ടിയിട്ടു. അധികമൊന്നുമില്ല. കൊത്തൽ ഭയങ്കര കുറവ്. ഇല്ലാകുമ്പോൾ 1 കിലോ ചൂട്ട പിന്നെ 1/2 കിലോൻ്റെ ചെമ്പല്ലെല്ലാം പിടിക്കുന്നതാണ് മുമ്പ്. ഇപ്പം അതില്ല. ഇപ്പം ഫുള്ള് പാളിപ്പോയി. ഇൻഷാ അല്ലാഹ് പിന്നെ ഒരു ദിവസം വന്നിട്ട് നല്ല വൃത്തിക്ക് പിടിക്കും. ആരും വിഷമിക്കണ്ട. നടന്നു വന്ന സ്ഥലം ഇതെല്ലാം നട്ടാ. ഇങ്ങനെ നടന്ന് ഏകദേശം നമ്മളെ വണ്ടിയുടെ അടുത്തെത്തുമ്പോൾ ഒരു ഭ്രാന്തായി. ഫുള്ള് എല്ലാം പറഞ്ഞൊന്നും പറയണ്ട. ഇങ്ങനെ ഇടക്ക് മീനെല്ലാം പിടിക്കാൻ പോയിക്കോ, നല്ലൊരു രസമെല്ലാം കിട്ടും. അല്ലാക്കില്ല മാറി നമ്മൾ നേരത്തെ എന്തെല്ലോ കയറിയിട്ടാ വന്നിനി. ഇങ്ങനെയൊന്നല്ല, ഇങ്ങനത്തെ വെള്ളമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അല്ല, ഇതൊരു ടാസ്ക്കാണ് മക്കളെ. തുള്ളിപ്പോക്ക് പണി പാളോന്നറിയില്ല. അല്ലോ അയ്യോ, മുഷ്കിൽ. ഇടിമുട്ടുന്നുണ്ട്. മഴ പെയ്യോ? മഴ പെയ്യുന്നു തോന്നില്ല. മഴയല്ല. അയ്യോ, ഫുള്ള് ചളി നിറഞ്ഞ സ്ഥലം. ചളി നിറഞ്ഞ പാതകളിലൂടെ നടന്ന് നീങ്ങുകയാണ്. അയ്യോ, ബൈ. സമയം അതിക്രമിച്ച് 5:40 ആകുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.